നമസ്കാരം. ജയശങ്കർ, വള്ളവനാട് മാട്രിമോണിയൽ, ഒറ്റപ്പാലം. ഇന്ന് പറയാൻ പോകുന്ന ആൺകുട്ടി മനീഷ് എന്നാണ് പേര്. 33 വയസ്സ്, 6 അടി 1 ഇഞ്ച് ഹൈറ്റ്, 98 kg വെയിറ്റ്, ഭരണി നക്ഷത്രം. ബികോം ആണ് ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ, മുംബൈ യൂണിവേഴ്സിറ്റിയിൽ നിന്ന്. ഇപ്പോൾ എംകോമിന് പഠിക്കുന്നുണ്ട്, ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ, മുംബൈ യൂണിവേഴ്സിറ്റിയിൽ തന്നെ. അദ്ദേഹം വർക്ക് ചെയ്യുന്നത് ടാറ്റ മെമ്മോറിയൽ ഹോസ്പിറ്റൽ, സെൻട്രൽ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻ്റ് ആണ്. ടാറ്റ മെമ്മോറിയൽ ഹോസ്പിറ്റൽ UDC ആയിട്ട് വർക്ക് ചെയ്യുകയാണ്, മുംബൈയിൽ തന്നെ. അച്ഛൻ മാധവൻകുട്ടി നായർ, റിട്ടയർഡ് സെൻട്രൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ. അമ്മ ഗീത, സെൻട്രൽ ഗവൺമെൻറ് സർവീസ് തന്നെയാണ് ഇപ്പോൾ. സിസ്റ്റർ ഒരു MNCയിൽ വർക്ക് ചെയ്യുന്നു. അവർ റിസർച്ച് അസിസ്റ്റൻ്റ് IIM അഹമ്മദാബാദിൽ വർക്ക് ചെയ്യുന്നുണ്ട്, അതും കൂട്ടത്തിൽ ചെയ്യുന്നുണ്ട്. വർക്ക് ഫ്രം ഹോമാണ്. ഇവരുടെ അച്ഛൻ്റെ നാട് വന്നിട്ട് തൃശ്ശൂർ, അമ്മയുടെ നാട് വന്നിട്ട് കണ്ണൂർ. പക്ഷെ 40 വർഷത്തോളമായിട്ട് മുംബൈയിൽ കഞ്ചൂർമാർഗ് എന്ന സ്ഥലത്താണ് അവർ സെറ്റിൽ ചെയ്തിരിക്കുന്നത്. ഈ കുട്ടി പരേലിലാണ് വർക്ക് ചെയ്യുന്നത്. ടാറ്റ മെമ്മോറിയൽ ഹോസ്പിറ്റൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു ഹോസ്പിറ്റലാണ്, പ്രശസ്തമായിട്ടുള്ള ഒരു ഹോസ്പിറ്റലാണ്. ഒരു മിഡിൽ ക്ലാസ് ഫാമിലി. എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. ഈ കുട്ടിക്ക് 16 വയസ്സിൽ യാത്രകൾ, ഇങ്ങനെ പഠിക്കൽ, ഈ വക കാര്യങ്ങളൊക്കെ ആയി ഈ ഫിറ്റ്സിൻ്റെ ഒരു ഇത് കാട്ടിയിരുന്നു. കുറച്ച് അത് രൂക്ഷമായിട്ടല്ല, വളരെ ചെറിയ തോതിലാണ് ഫിറ്റ്സിൻ്റെ ഒരു അസുഖം കാട്ടിയത്. ആ അസുഖം കണ്ടിരുന്നു. അച്ഛനും അമ്മയും അപ്പോൾ തന്നെ അവർ ഹോസ്പിറ്റലിലൊക്കെ കാട്ടി മെഡിസിനൊക്കെ, ഡോക്ടർ പറഞ്ഞ മെഡിസിൻ കഴിച്ചു കഴിഞ്ഞാൽ ഭേദമാവും. അങ്ങനെ മെഡിസിൻ കഴിച്ചു. മെഡിസിൻ കഴിച്ചപ്പോൾ പൂർണ്ണമായിട്ട് അത് ഭേദപ്പെട്ടു. 29ാമത്തെ വയസ്സിൽ വീണ്ടും ഇത് കണ്ടു, അതായത് ഈ അസുഖം വീണ്ടും വന്നു. കാരണം ആ ഇടക്കാലത്ത് അവർ മെഡിസിൻ സ്റ്റോപ്പ് ചെയ്തോ സംശയമുണ്ട് എനിക്കത്. പിന്നെ ഡോക്ടർ പറഞ്ഞു മെഡിസിൻ കഴിക്കാൻ പറഞ്ഞു, കണ്ടിന്യൂസ് ആയിട്ട് മെഡിസിൻ കഴിക്കാൻ പറഞ്ഞു. ഇപ്പോൾ ഇത്രയും വർഷങ്ങളായിട്ട് യാതൊരു തരത്തിലുള്ള പ്രോബ്ലംസും ഇല്ല, മെഡിസിൻ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അതായത് എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ മെഡിസിൻ കഴിക്കുന്നുണ്ട്. അപ്പോൾ അറിഞ്ഞിട്ട് വേണം നിങ്ങൾ, ഇതെല്ലാം അറിഞ്ഞിട്ട് വേണം അവരുമായിട്ട് സംസാരിക്കാൻ. വെറുതെ അസുഖമാണ് എന്ന് അറിഞ്ഞ് അസുഖം തന്നെ അല്ലേ എന്ന് വിളിച്ച് ചോദിക്കേണ്ട കാര്യമില്ല. അവരത്രയും ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് അച്ഛനും അമ്മയും ഈ കാര്യം എന്നോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വിളിക്കുന്ന ആളുകളും അത് വളരെ അധികം ശ്രദ്ധിക്കുക. അവർക്ക് അസുഖമുണ്ട്. നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ വീട്ടിൽ അസുഖങ്ങൾ ഉണ്ടാകുമ്പോഴേ അതിൻ്റെ വേദന മനസ്സിലാവുള്ളൂ. പക്ഷേ ഈ കുട്ടിക്ക് ധാരാളം, അതായത് ഒരു പ്രോബ്ലമില്ല, വണ്ടി ഓടിക്കും, കാർ ഓടിക്കും, സ്കൂട്ടർ ഓടിക്കും, ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ എല്ലാ കാര്യങ്ങളും ചെയ്യും. മെഡിസിൻ കഴിക്കുന്നുണ്ട്. ഇനി ഈ അസുഖത്തിൻ്റെ എന്തെങ്കിലും ഡീറ്റെയിൽസ്, അതായത് ഇത് ചികിത്സിക്കുന്ന ഡോക്ടറുടെ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ അച്ഛനോട് അമ്മോട് പറഞ്ഞു കഴിഞ്ഞാൽ അതും കിട്ടും. അപ്പോൾ അവർ അച്ഛനും അമ്മയും പറഞ്ഞാൽ മാത്രം വിശ്വസിക്കാതെ ഡോക്ടറെയും പോയിട്ട് കാണാമെന്നർത്ഥം, പറഞ്ഞതിൻ്റെ അർത്ഥം. അതായത് അവർ വളരെ ട്രാൻസ്പെറൻ്റ് ആണ്. ഒന്നും അവർക്ക് ഒളിപ്പിച്ച് വെക്കാനൊന്നുമില്ല. കൃത്യമായിട്ട് അവർ കാര്യങ്ങൾ പറയുന്നുണ്ട്, അച്ഛനും അമ്മയും. അപ്പോൾ ഒരിക്കൽ കൂടെ മനുഷ്യനെ കുറിച്ച് ഞാൻ പറയാം. 33 വയസ്സ്, 6 അടി 1 ഇഞ്ച് ഹൈറ്റ്, 98 kg വെയിറ്റ്, ഭരണി നക്ഷത്രം. ബികോം ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ, എംകോമിന് പഠിക്കുന്നു, മുംബൈ യൂണിവേഴ്സിറ്റിയിൽ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിലാണ് പഠിക്കുന്നത്. ടാറ്റ മെമ്മോറിയൽ ഹോസ്പിറ്റൽ, സെൻട്രൽ ഗവൺമെൻറ് ഹോസ്പിറ്റലാണ്, അതിലാണ് വർക്ക് ചെയ്യുന്നത്. UDC ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. 7 to 8 lakhs സാലറി ഉണ്ട്. എല്ലാ സെൻട്രൽ ഗവൺമെൻറ് ഫെസിലിറ്റികളും ഉണ്ട്. അതായത് ചികിത്സ, ഫാമിലിക്ക് മൊത്തം ചികിത്സാ കാര്യങ്ങൾ, എല്ലാ സൗകര്യങ്ങളും ഉള്ള
ഒരു ജോബാണ്. അമ്മ ഗീത സെൻട്രൽ ഗവൺമെൻറ് സർവീസാണ്. അച്ഛൻ മാധവൻകുട്ടി നായർ റിട്ടയർഡ് സെൻട്രൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ്. ഒരു സിസ്റ്റർ MNCയിൽ വർക്ക് ചെയ്യുന്നു. ഇവർ IIM അഹമ്മദാബാദിൽ റിസർച്ച് അസിസ്റ്റൻ്റ് ആയിട്ടും ജോലി ചെയ്യുന്നുണ്ട്. അതായത് വർക്ക് ഫ്രം ഹോമാണ്. ഇവർ സെറ്റിൽഡ് അറ്റ് മുംബൈ കഞ്ചുമാർഗിലാണ് അവർ സെറ്റിൽ ചെയ്തിരിക്കുന്നത്. അച്ഛൻ്റെ വീട് വന്നിട്ട് തൃശ്ശൂർ, അമ്മയുടെ വീട് വന്നിട്ട് കണ്ണൂർ. അപ്പോൾ താല്പര്യമുള്ള ബോംബെയിലൊക്കെ സെറ്റിൽ ചെയ്തിട്ടുള്ള പെൺകുട്ടികളുടെ അച്ഛനമ്മമാർക്ക് തീർച്ചയായിട്ടും വല്ലൂനാട് മാട്രിമോണിയലായിട്ട് ബന്ധപ്പെടാം. ഫർദർ വിവരങ്ങൾ ഞാൻ എടുത്തു തരുന്നതാണ്. എല്ലാ വീഡിയോകളിലും പറയുന്ന 1-2 കാര്യങ്ങൾ ഈ വീഡിയോയിലും ആവർത്തിക്കാൻ ആഗ്രഹിക്കുകയാണ്. വിവാഹപ്രായമെത്തിയ കുട്ടികൾ വീട്ടിൽ ഉണ്ടെങ്കിൽ പൊതുവെ കാണുന്നത് അച്ഛനമ്മമാർക്ക് കുറച്ച് ടെൻഷനാണ്. ഇവരുടെ വിവാഹം ഇനിയിപ്പോൾ എങ്ങനെയൊക്കെ നോക്കണം, എന്തൊക്കെ ചെയ്യണം, ആകെ എല്ലാ കാര്യത്തിലും ഒരു ടെൻഷനാണ്, പണ്ടത്തെ പോലെയല്ല. അപ്പോൾ അതൊക്കെ ഒന്ന് എങ്ങനെ നമുക്ക് ടെൻഷൻ ഒഴിവാക്കാം എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള 2-3 കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. ഒന്ന്, ഏത് കുട്ടിക്കാണ് അല്ലെങ്കിൽ മകള് ആർക്കോ ആണോ വിവാഹം നോക്കുന്നത് എങ്കിൽ ആ കുട്ടിയുമായി അച്ഛനമ്മമാർ നന്നായിട്ടൊന്ന് സംസാരിക്കുക. അവരുടെ അഭിപ്രായങ്ങൾ മൊത്തം കേൾക്കുക. പല കാര്യങ്ങൾ അവർക്ക് പറയാനുണ്ടാവും. ജോലി ഇന്നത് വേണം, ഇന്ന ക്വാളിഫിക്കേഷനെങ്കിലും ആയിരിക്കണം, ഹൈറ്റ്, വെയിറ്റ്, ലൊക്കേഷൻ, ഈ വക പല കാര്യങ്ങളും അവർക്ക് പറയാനുണ്ടാവും. എല്ലാം 100% മാച്ച് ആവില്ലെങ്കിൽ പോലും തീർച്ചയായിട്ടും നമ്മൾ അത് കേട്ടിരിക്കണം. അതായത് അച്ഛനമ്മമാർ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കണം. രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ കുടുംബത്തിൽ, തറവാട്ടിൽ ഇത് ദൈവവിശ്വാസികൾ മാത്രം ചെയ്താൽ മതി. കുടുംബത്തിൽ കുടുംബക്ഷേത്രം അല്ലെങ്കിൽ ധർമ്മദൈവങ്ങൾ അല്ലെങ്കിൽ നാഗങ്ങൾ, വെളുത്തങ്കാവ്, ഇങ്ങനെയൊക്കെയുള്ള വല്ല ദൈവിക സാന്നിധ്യങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് പ്രാർത്ഥിക്കുക. നന്നായിട്ട് തന്നെ പ്രാർത്ഥിക്കണം. അടുത്ത സ്റ്റെപ്പ്, ഒരു പ്രൊഫൈൽ എഴുതി ഉണ്ടാക്കുക. ഈ പ്രൊഫൈൽ എഴുതി ഉണ്ടാക്കി കഴിഞ്ഞാൽ പ്രൊഫൈൽ എഴുതി ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഒന്ന്, ജാതകത്തിനെ പറ്റി വല്ലാതെ ഡീറ്റെയിൽ ആയിട്ട് എഴുതാതിരിക്കുക. ഒന്ന്. രണ്ടാമത്തെ കാര്യം, എഡ്യൂക്കേഷൻ ഡീറ്റെയിൽ ആയിട്ട് എഴുതുക, ജോബ് ഡീറ്റെയിൽ ആയിട്ട് എഴുതുക, സാലറി കൃത്യമായിട്ട് എഴുതുക. മെഡിസിൻ വല്ലതൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ അത് ഒന്നുമില്ലെങ്കിൽ പ്രൊഫൈലിൽ എഴുതാം, അല്ലെങ്കിൽ വിളിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് പറയണം. അപ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ ഒന്ന് മസ്റ്റായിട്ട് ശ്രദ്ധിക്കുക. മറ്റുള്ള എല്ലാ കാര്യവും ഉണ്ടാവും, പേര്, ഹോറോസ്കോപ്പ്, അതായത് നാള്, സ്റ്റാർ എന്താണെന്നുണ്ടാവും, ഹൈറ്റ്, വെയിറ്റ്, എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. അച്ഛൻ്റെ ജോലി എന്തായിരുന്നു, അമ്മയുടെ ജോലി എന്തായിരുന്നു, ഇതൊക്കെ എല്ലാ കാര്യങ്ങളും വെക്കുന്ന സമയത്ത് കൃത്യമായിട്ട് ഈ കാര്യങ്ങളും കൂടെ, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളും കൂടെ അതിൽ മെൻഷൻ ചെയ്യണം. അതിനുശേഷം നല്ല ഒരു മാട്രിമോണിയൽ സൈറ്റിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്യണം. ഈ നല്ല മാട്രിമോണിയൽ സൈറ്റ് എന്ന് പറയുന്നത് കണ്ടുപിടിക്കൽ ഒരു ബുദ്ധിമുട്ടാണ്. പൊതുവെ എല്ലാവരും നല്ല മാട്രിമോണിയൽ സൈറ്റുകൾ തന്നെയാണ്, അവരാരും കുറ്റം പറയാൻ പറ്റില്ല. പിന്നെ നമുക്ക് യോജിച്ച പ്രൊഫൈൽ കിട്ടാത്തത് കൊണ്ട് അവർ തരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവ ചേരുന്ന സമയത്ത് അല്ലെങ്കിൽ അവിടെ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് ചോദിക്കുക, ഏകദേശം എത്ര പ്രൊഫൈൽ കിട്ടും. കൃത്യമായിട്ട് അവർക്ക് പറയാൻ പറ്റില്ല, എന്നാൽ ഒരു അപ്രോക്സിമേറ്റ് ചോദിക്കുക, എത്ര രൂപയാണ് നിങ്ങളുടെ ചാർജ്, വിവാഹം ശരിയായി കഴിഞ്ഞാൽ എത്ര രൂപ നിങ്ങൾ വാങ്ങിക്കും, എന്തൊക്കെയാണ് നിങ്ങൾ ഈ രജിസ്ട്രേഷൻ സമയത്ത് തരുന്ന പൈസയ്ക്ക് നിങ്ങൾ എന്തൊക്കെ സർവീസുകളാണ് തരിക, കൃത്യമായിട്ടെല്ലാം ചോദിച്ച് മനസ്സിലാക്കുക. അത് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നിങ്ങൾ അവിടെ രജിസ്റ്റർ ചെയ്യുക. കാരണം ഒരു വഴക്കോ ബഹളത്തിനോ പോവരുത്. വിവാഹം പെട്ടെന്ന് അങ്ങ് ശരിയായി കഴിഞ്ഞാൽ ഇത്ര പൈസ അന്ന് പറഞ്ഞു, ഇത്ര പൈസ ഇന്ന് പറഞ്ഞു, അങ്ങനെയൊന്നും പറഞ്ഞിട്ട് ഒരു ബഹളം ഉണ്ടാവരുത്. അതുകൊണ്ടാണ് ഇത് ഞാൻ കൃത്യമായിട്ട് പറയുന്നത്. അത് ചോദിക്കണം. വിവാഹത്തിൻ്റെ ഓരോ സ്റ്റെപ്പും ഒരു ടെൻഷനും ഇല്ലാതെ മുന്നോട്ട് പോകണം. അങ്ങനെ ഈ മാട്രിമോണിയൽ ആളുകൾ നിങ്ങൾക്ക് പ്രൊഫൈലുകൾ അയച്ചു തരും. പ്രൊഫൈലുകൾ അയച്ചു തരാൻ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഓരോ പ്രൊഫൈല് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാലും മകൾക്ക് കാട്ടിക്കൊടുക്കുക, അല്ലെങ്കിൽ മകന് കാട്ടിക്കൊടുക്കുക, അവർക്ക് ഫോട്ടോയും കാട്ടിക്കൊടുക്കുക. ഇതെല്ലാം കാട്ടിക്കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ
അവർ പറയും ചിലപ്പോൾ ഇത് വേണ്ട, നോക്കണ്ട, ചിലപ്പോൾ പറയും അത് നോക്കാം. ഇത് നോക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ആൺകുട്ടിയുടെ വീട്ടുകാരെയോ അല്ലെങ്കിൽ പെൺകുട്ടിയുടെ വീട്ടുകാരെയോ വിളിച്ച് സംസാരിക്കുക. ഫോട്ടോ മസ്റ്റായിട്ട് കാണണം. ഫോട്ടോ കണ്ട് എല്ലാം ഓക്കെയാണ്, ജാതകവും ഓക്കെയായി. ജാതകം നോക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു ജ്യോത്സ്യം നിങ്ങളോട് നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നോ എന്നും വിചാരിക്കണ്ട. 3, 4, 5 ജ്യോത്സ്യരുടെ അടുത്തെങ്കിലും പോകണം. ഏതെങ്കിലും ഒരു ജ്യോത്സ്യൻ ഓക്കെ പറഞ്ഞാൽ അത് വെച്ച് മുന്നോട്ട് പോവുക. കൃത്യമായിട്ട് അത് നോക്കണം എന്നുണ്ടെങ്കിൽ നോക്കുക, ഇല്ലെങ്കിൽ നോക്കാതിരിക്കുക. ജാതകവും ഓക്കെ ആയി കഴിഞ്ഞാൽ ഇവര് കുട്ടികൾ തമ്മിൽ, അതായത് നമ്മൾ പറയും ജാതകം ഓക്കെ ആയി, ഇപ്പൊ ഇനി പെണ്ണ് കാണൽ ചടങ്ങ് എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കും. അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് പറയും പെണ്ണ് കാണൽ ചടങ്ങിന് വരട്ടെ എന്നൊക്കെ ചോദിക്കും. ഒരു കാരണവശാലും ചാടിക്കേറി ഒരു പെണ്ണ് കാണൽ ചടങ്ങിന് പോകരുത് എന്നാണ് എൻ്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായം. കഴിയാവുന്നത്ര ദിവസം, അതായത് ഒരു 5 ദിവസം, 10 ദിവസം, ഒരാഴ്ച, 2 ആഴ്ച കുട്ടികൾ തമ്മിൽ വാട്സാപ്പ് ചാറ്റിൽ കൂടെയോ ഫോണിൽ കൂടെയോ ഒന്ന് ഒരു ഫ്രണ്ട്ഷിപ്പ് ബിൽഡപ്പ് ചെയ്യണം. ഫ്രണ്ട്ഷിപ്പ് ബിൽഡപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കംഫർട്ട് സോണിൽ എത്തുന്നുണ്ടെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പുറത്ത് വെച്ച് കാണണം. പുറത്ത് വെച്ച് കണ്ട് കാര്യങ്ങളെല്ലാം നന്നായിട്ട് സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഫാമിലി ബാക്ക്ഗ്രൗണ്ടിനെ പറ്റി ആൺകുട്ടിയും പെൺകുട്ടിയും സംസാരിക്കണം. അച്ഛൻ എന്തായിരുന്നു, അമ്മ എന്തായിരുന്നു, അവരുടെ എഡ്യൂക്കേഷൻ എന്താണ്, അവരുടെ ജോലി എന്തായിരുന്നു, ഇതെല്ലാം പറയണം. രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ എഡ്യൂക്കേഷൻ, ആൺകുട്ടിയുടെയും പെൺകുട്ടിയുടെയും എഡ്യൂക്കേഷനെ പറ്റി നന്നായിട്ട് ഡിസ്കസ് ചെയ്യണം. മൂന്നാമത്തെ കാര്യം, മെഡിസിൻ വല്ലതും കഴിക്കുന്നുണ്ടോ എന്നുള്ള ഉറപ്പ് വരുത്തണം. നാലാമത്തെ കാര്യം, അമിതമായ ലോണുകൾ, ബാങ്കിങ് ലോൺസ്, EMI എത്രയുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി നല്ലൊരു കംഫർട്ട് സോണിൽ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ പെണ്ണ് കാണൽ ചടങ്ങിന് പോകാവൂ. ഇല്ലെങ്കിൽ എന്താ പറ്റിയ, ഇപ്പോൾ ചാടിക്കയറി പെണ്ണ് കാണൽ ചടങ്ങിന് പോയി കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന്, ഇപ്പോൾ ഒരു ആൺകുട്ടി പെൺകുട്ടി കാണാൻ പോകുന്നു, പെൺകുട്ടിയുടെ വീട്ടുകാർ പറയുകയാണ് അയ്യോ ഇത് ഞങ്ങൾക്ക് ശരിയാവില്ല കേട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം, ഇതൊരു തമാശയായിട്ട് കാണരുത് നിങ്ങൾ. ആ ആൺകുട്ടി ആകെ ഒരു വല്ലാത്ത അവസ്ഥയിലാവും. എന്തുകൊണ്ട് ആ പെൺകുട്ടി ഇങ്ങനെ പറഞ്ഞു, ഞാൻ കാണാനും നല്ല ഭംഗിയാണ്, എനിക്ക് എഡ്യൂക്കേഷൻ ഉണ്ട്, നല്ല ജോലിയുണ്ട്, പക്ഷെ ആ കുട്ടി എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു? ഒരു വല്ലാത്ത അവസ്ഥയാണത്. ഇനി നേരെ തിരിച്ചാണ്, പെൺകുട്ടിക്ക് ഓക്കെയാണ്, ആൺകുട്ടി നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ തന്നെയാണ് അവിടെ സംഭവിക്കുക. അപ്പൊ കഴിയുന്നതും ആളുകളെ ടെൻഷൻ അടിപ്പിക്കുകയല്ല വേണ്ടത്. ആ പഴയ കാലമല്ല നമ്മളുടെ ഇന്നത്തെ കാലം. പുറത്ത് വെച്ച് കാണുക, അതിൽ കൃത്യമായിട്ട് കാര്യങ്ങൾ സംസാരിക്കുക. വേണ്ടെങ്കിൽ വേണ്ട, വേണമെങ്കിൽ വേണം. ഒരു ഏകദേശമൊക്കെ ഒരു 99% ഒക്കെ ഓക്കെ ആയി കഴിഞ്ഞാൽ മാത്രമേ പെണ്ണ് കാണൽ ചടങ്ങിനൊക്കെ ആ ചടങ്ങ് നടത്താവൂ. അല്ലാതെ അതൊരു ബോറൻ പരിപാടിയാണെന്ന് അവർക്ക് പറയേണ്ടി വരും. അപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളുടെ ദാമ്പത്യ ബന്ധം, അച്ഛനമ്മമാരുടെ റിട്ടയർഡ് ലൈഫൊക്കെ വളരെ ഭംഗിയായിട്ടാണ് മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് ഞാൻ കാണുന്നത്. അപ്പോൾ വളരെ ശ്രദ്ധിക്കണം ഈ കാര്യങ്ങളൊക്കെ. എല്ലാ കുട്ടികൾക്കും എത്രയും പെട്ടെന്ന് അനുയോജ്യമായ വിവാഹബന്ധങ്ങൾ കിട്ടുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. നന്ദി, നമസ്കാരം. ജയശങ്കർ, വള്ളുവനാട് മാട്രിമോണിയൽ, ഒറ്റപ്പാലം.